നമുക്ക് നിശ്ചയിച്ചൊരായുസിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യമുണ്ടാകുമ്പോഴും ഈ ലോകത്തുള്ള ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഹദീസുകൾ പുറപ്പെടുവിച്ചത് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കുന്ന, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ടാവട്ടത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഈ ഭൂമിയിൽ ഇനി ജനിക്കാനിരിക്കുന്ന അനന്തകോടി വർഷങ്ങളിൽ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. കാലത്തിനപ്പുറത്തേക്ക് പോകാനാണ് അദ്ദേഹത്തോട് ഇഖ്റാ എന്ന് പറഞ്ഞത് ജിബ്രീൽ മാലാഖ. നീ വായിക്കാൻ പറഞ്ഞത്, ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞത്, കാലത്തിനപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ, മക്കയിലും മദീനയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഈ ഭൂമി മുഴുവൻ പരന്നത് മനുഷ്യന് ദേശാധിപത്യമായിട്ടുള്ള ചിന്തയുണ്ടായതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു എന്നാണ്. ഈ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ഫിലോസഫിയെ, നമ്മുടെ തത്വശാസ്ത്രത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ നന്മയെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് മനുഷ്യനുണ്ടായത്. ആ മനുഷ്യൻ പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ആന്തരികമായ അറിവുകൾ വളർത്തിയിട്ട് അത് ബാഹ്യമായ വെളിച്ചമാക്കി മാറ്റുന്നതിന് പകരം ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്റെ സുഖസൗകര്യങ്ങൾ, ഭക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, വസ്ത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, ധനം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ലോകത്ത് ഇബ്ലീസ് ഉണ്ടാകാൻ കാരണം.